കുട്ടീസ്, എന്നാ ഉണ്ട് വിശേഷം? സുഖമല്ലേ? മറ്റൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വ്ളോഗ് എന്താണെന്നറിയുന്നത്, നമുക്കൊരു സ്പെഷ്യാലിറ്റി ഉണ്ട് കേട്ടോ. ദേവേട്ടൻ്റെയും ടമ്മുവിൻ്റെയും പിറന്നാളാണ് ഇന്ന്. അതെ, രണ്ടുപേരുടെയും ഡബിൾ. ദേവേട്ടൻ്റെ പിറന്നാളിൻ്റെ അന്ന് തന്നെയാണ് ടമ്മുവും ജനിച്ചത്. എന്തൊരു കോയിൻസിഡൻസ് അല്ലേ? എന്ത് തന്നെയായാലും നമുക്ക് ഇന്നത്തെ ദിവസം ഭയങ്കര സ്പെഷ്യലാണ്. അപ്പോൾ രാവിലെ തന്നെ അമ്പലത്തിൽ പോയി പ്രാർത്ഥിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. ഞങ്ങളുടെ തൊട്ടടുത്തുള്ള ശിവൻ അമ്പലത്തിലേക്കാണ് വന്നേക്കുന്നത്. നാട്ടിലായിരുന്നെങ്കിലും ഇന്നേ ദിവസം അമ്പലത്തിൽ പോക്ക്, വഴിപാട്, പായസം, സദ്യ അങ്ങനെയൊക്കെ ആയിട്ട് തീർന്നേനെ. ഇന്നും ഏകദേശം അതേപോലെ തന്നെ നമുക്ക് സെറ്റാക്കാമെന്നൊക്കെയാണ് വിചാരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതൊരു കുന്നിൻ്റെ മുകളിലുള്ള ഒരു അമ്പലമാണ്. ഞാൻ വേറൊരു വീഡിയോയിൽ ഇത് കാണിച്ചിട്ടുണ്ട്. നല്ലൊരു ആംബിയൻസ് ആണ് കേട്ടോ. ഇവിടെ നല്ല പീസ്ഫുൾ ആയിട്ടുള്ള ഒരു അമ്പലമാണ്. ഞങ്ങൾ ആദ്യമൊക്കെ പറയാമായിരുന്നു, അയ്യോ നമ്മുടെ നാട്ടിലത്തെ അമ്പലത്തിലോട്ട് പോകുമ്പോൾ ആ ഒരു ഫീൽ ഇവിടെ പോകുമ്പോൾ കിട്ടുന്നില്ലല്ലേ എന്ന്. പക്ഷെ ഇപ്പോൾ വന്ന് ശീലമായതുകൊണ്ട് പിന്നെ ഇപ്പോൾ ഓക്കെ ആയി കേട്ടോ. പിന്നെ പറഞ്ഞത് ഒരു പോയിൻ്റാണ്, നമ്മൾ നാട്ടിലത്തെ അമ്പലത്തിലേക്കൊക്കെ പോകുമ്പോൾ ഒരു പ്രത്യേക ഫീലാണ് കേട്ടോ. അത് ഇവിടെ കിട്ടത്തില്ല. പക്ഷെ എന്നാലും നമുക്കൊരു വിശ്വാസം ഉണ്ടല്ലോ. അങ്ങനെ നമ്മൾ അമ്പലം എത്തി. കോലമൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഐശ്വര്യം. പിന്നെ ദേവേട്ടൻ്റെ അമ്മൂനെ എടുത്തു പിടിച്ചുകൊണ്ട് പെട്ടെന്ന് സ്റ്റെപ്പ് കയറും, അല്ലെങ്കിൽ അവളെ പയ്യെ വലിഞ്ഞ് കയറിക്കൊണ്ടിരിക്കുവേ. നമുക്കിന്ന് കുറച്ച് ഗസ്റ്റ് ഉണ്ട് കേട്ടോ. ദേവേട്ടൻ്റെ കുറച്ച് കൊളീഗ്സ് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. എന്തായാലും ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യുന്നതല്ലേ, കേക്കൊക്കെ മുറിക്കുന്നതല്ലേ, അപ്പോൾ അവരും കൂടെ ഇരുന്നോട്ടെ എന്ന് ഓർത്തു. അപ്പോൾ അങ്ങനെ തൊഴുത് പെട്ടെന്ന് തന്നെ ഇറങ്ങാമെന്നുള്ള ഒരു തയ്യാറെടുപ്പിലാണ്. ഇനി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ കയറണം. കഴിച്ചിട്ടാണ് നമ്മൾ വീട്ടിൽ പോകണം. വീട്ടിൽ പോയിട്ട് സദ്യയൊക്കെ പ്രിപ്പയർ ചെയ്യണം. പിന്നെ ഇന്ന് ഈ അമ്പലത്തിൽ തീരെ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഭയങ്കര ശാന്തത, ഭയങ്കര പീസ്ഫുൾ ആയിട്ടുള്ള ഒരു ആംബിയൻസ് ആയിട്ട് ഫീൽ ചെയ്തു കേട്ടോ. നല്ലൊരു വൈബ് ഉണ്ടായിരുന്നു തൊഴാൻ വേണ്ടിയിട്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് പെട്ടെന്ന് തന്നെ തൊഴുത് ഇറങ്ങി. ഇനി നമ്മൾ നേരെ പോകുന്നത് ഉടുപ്പി ഭവനിലേക്കാണ് കേട്ടോ, ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ എന്തായാലും ഫുൾ വീഡിയോ എടുക്കുന്നതല്ലേ, അപ്പം ഞാൻ ഓർത്തു ചുമ്മാ അവിടെ ഇവിടെയൊക്കെ എടുത്തു വെച്ചേക്കാമെന്ന് വിചാരിച്ച് ചുമ്മാ കണ്ണി കാണുന്നതൊക്കെ എടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ പ്യൂരിറ്റിയുടെ ഭാഗമായിട്ട് മഞ്ഞവെള്ളം തളിച്ചിട്ടൊക്കെയാണ് കേട്ടോ കോലം ഇടുന്നത്. എല്ലായിടത്തും അങ്ങനെയൊക്കെ തന്നെയാണോ? എനിക്ക് അറിയത്തില്ലായിരുന്നു കേട്ടോ. എന്തായാലും നമ്മൾ ഉടുപ്പി ഭവനിൽ എത്തിയിട്ടുണ്ടേ. ടമ്മു മെനു കാർഡൊക്കെ പിടിച്ചിട്ട് പൂരി, ദോശ എന്നൊക്കെ പറഞ്ഞിട്ടിരിക്കുന്നുണ്ട്. ദേവേട്ടന് അവിടെ ഓർഡർ കൊടുക്കുന്നുണ്ട്. ഇന്ന് വലിയ തിരക്കില്ല കേട്ടോ. തിരക്കുണ്ടോയെന്ന് ചോദിച്ചാൽ ഉണ്ട്. എന്നാൽ നമുക്ക് സീറ്റ് കിട്ടുകയും ചെയ്തു. സാധാരണ ഇവിടെ ചില സമയത്ത് സീറ്റും കിട്ടാറില്ല. എന്ത് തന്നെയായാലും നമ്മളിത് ആദ്യം പറഞ്ഞത് മിനി ഉഴുന്നുവടയാണ് കേട്ടോ. ഇത് നല്ല ടേസ്റ്റാണ്, ക്രിസ്പി ആയിട്ട് നല്ല ചൂടായിട്ട് അപ്പോൾ തന്നെ ഉണ്ടാക്കി തരുന്നതാണ്, ഉണ്ടാക്കി വെച്ചേക്കുന്നതല്ല. അപ്പോൾ നല്ല ടേസ്റ്റാണ് കഴിക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ പ്രത്യേകിച്ച് ഈ വിശന്നിരിക്കുവാണല്ലോ, രാവിലെ അമ്പലത്തിലൊക്കെ പോയിട്ട് നന്നായിട്ട് വിശന്നിട്ടാണല്ലോ വരുന്നത്. അപ്പോൾ നല്ല ടേസ്റ്റ് തോന്നും കേട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട്. രാവിലെ ഞാൻ തല കുളിച്ചതുകൊണ്ടാണ് കേട്ടോ മുടി ഇത്രയും ഇങ്ങനെ സ്പ്രിങ് പോലെ കിടക്കുന്നത്. എന്തായാലും നമ്മുടെ പൂരി എത്തിയിട്ടുണ്ട്. പിന്നെ നെയ്റോസ്റ്റും പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം ടമ്മു ഏതാ കഴിക്കുന്നതെന്ന് പറയാൻ പറ്റത്തില്ല. ടമ്മുന് ചിലപ്പോൾ നെയ്റോസ്റ്റ് വേണമെന്ന് പറയും, ചിലപ്പം പൂരി വേണമെന്ന് പറയും. അപ്പോൾ ഇന്ന് എന്തായാലും അവൾ നെയ്റോസ്റ്റാണ് കഴിച്ചത്, ഞാൻ പൂരിയും കഴിച്ചു. പിന്നെ നമ്മൾ ലൈം ടീയും ഹോർലിക്സും ചായയും പറഞ്ഞിട്ടുണ്ടായിരുന്നു. 3 പേർക്കും 3 ടേസ്റ്റ് ആയതുകൊണ്ട് 3 രീതിയിലാണ് പറയുന്നത്. ഇനി നേരെ പോകുന്നത് ബുക്ക് ചെയ്ത് വെച്ചേക്കുന്ന കേക്ക് വാങ്ങിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഓൾറെഡി നേരത്തെ ബുക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല, പെട്ടെന്ന് കിട്ടുമെന്ന് പ്രതീക്ഷിച്ചാണ് പോകുന്നത്. കാരണം നമുക്കിന്ന് ഗസ്റ്റ് ഉണ്ടല്ലോ, അവർക്ക് സദ്യ പ്രിപ്പയർ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ളതാണേ. അപ്പോൾ പിന്നെ ഇവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ 10 മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ ഞാനിങ്ങനെ ടെൻഷൻ അടിച്ചിരിക്കും, അയ്യോ ഇനി സദ്യയൊക്കെ ഉണ്ടാക്കണമല്ലോ വീട്ടിൽ പോയിട്ട്, ഇനി സമയം കിട്ടുമോ എന്നൊക്കെ. പിന്നെ നമുക്ക് എന്ത് പ്രോഗ്രാം വന്നാലും ഇവിടെ നിന്നാണ് കേട്ടോ കേക്കൊക്കെ പറയുന്നത്. കാരണം ഇവിടുത്തെ സർവീസും നല്ലതാണ്, കേക്കിൻ്റെ ടേസ്റ്റ് ആണെങ്കിലും അടിപൊളിയാണ്. പിന്നെ നമ്മൾ ഇവിടുന്ന് ഇടയ്ക്ക് ബൺമാസ്ക് ഒക്കെ വാങ്ങിക്കാറുള്ളതുകൊണ്ട് ഇവിടുത്തെ എല്ലാവരെയും നമുക്കറിയാം. എല്ലാം കഴിഞ്ഞ് അങ്ങനെ നമ്മൾ വീട്ടിൽ വന്ന് ചെറിയൊരു ഡെക്കറേഷനും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. 2 പേരുടെയും ബർത്ത്ഡേ ആണെങ്കിലും ദേവേട്ടൻ്റെ പേര് കേക്കിലൊന്നും എഴുതാൻ ദേവേട്ടന് താല്പര്യമില്ലായിരുന്നു. അതെന്താണെന്ന് എനിക്കറിയത്തില്ല. വന്ന ഉടനെ ഞാൻ ഓടിപ്പോയി സദ്യയൊക്കെ ഉണ്ടാക്കി കേട്ടോ. എല്ലാ കറികളും ഒന്നും ഇല്ല, പക്ഷെ പറ്റുന്ന പോലെ അത്യാവശ്യം കറികളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഞാൻ ലാസ്റ്റ് കാണിക്കാവേ. പിന്നെ അത് കഴിഞ്ഞിട്ട് അമ്മുവും ദേവേട്ടനും കൂടെ കേക്കൊക്കെ കട്ട് ചെയ്തു. അപ്പോൾ അവരാണ് എനിക്ക് വീഡിയോ, നമ്മുടെ ഗസ്റ്റ് ഉണ്ടല്ലോ, അവരാണ് എനിക്ക് വീഡിയോ ഒക്കെ എടുത്ത് തന്നത്. കഴിഞ്ഞ വർഷം ഇതേ സമയത്താണ് ദേവേട്ടന് ഷിഫ്റ്റ് കിട്ടി ഞങ്ങൾ ഇങ്ങോട്ട് പോരുന്നത്. ആ സമയത്ത് നാട്ടിൽ വെച്ചിട്ടായിരുന്നു പിറന്നാൾ ആഘോഷിച്ചതൊക്കെ. അന്ന് റിലേറ്റീവ്സ് വന്നു, എല്ലാം നല്ല അടിപൊളിയായിട്ട് ചെയ്തിരുന്നു കേട്ടോ. ഇപ്പം അവരെ എല്ലാവരെയും മിസ് ചെയ്യുന്നുണ്ട്. എന്നാലും നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ ഇവിടെയുള്ള ഫ്രണ്ട്സിനെയും കൊളീഗ്സിനെയും ഒക്കെ വിളിച്ച് അങ്ങ് ആഘോഷിച്ചു. ടമ്മുന് തീരെ കേക്ക് ഇഷ്ടമല്ല കേട്ടോ. ഞങ്ങൾ എപ്പോൾ ബർത്ത്ഡേക്ക് കേക്ക് മുറിച്ചാലും ടമ്മുന് കൊടുത്താൽ ടമ്മു അത് കഴിക്കത്തില്ല. അതെന്തുകൊണ്ടാണെന്ന് എനിക്കറിയത്തില്ല. ഞങ്ങൾക്ക് 2 പേർക്കും കേക്ക് ഭയങ്കര ഇഷ്ടമാണ്, പക്ഷെ ടമ്മുന് ഇഷ്ടമല്ല. ടമ്മു എന്താണ് ഇങ്ങനെ ആയി പോയത് എന്തോ. പിന്നെ എന്തൊക്കെ കറികളോ ഉണ്ടാക്കിയെന്ന് ഓടിച്ചു വിട്ട് കാണിച്ചു തരാം കേട്ടോ. ക്യാബേജ് തോരന്, പൈനാപ്പിൾ പച്ചടി, പിന്നെ മാങ്ങ അച്ചാറ്, അവിയൽ,
പരിപ്പ് കറി ഇതൊക്കെയായിരുന്നു ഉണ്ടാക്കിയത് കേട്ടോ. എല്ലാം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഞാൻ ഉണ്ടാക്കിയിട്ട് ഞാൻ തന്നെ ടേസ്റ്റ് ഉണ്ടെന്ന് പറയുവാണെന്ന്. പക്ഷെ അങ്ങനെയല്ല കേട്ടോ, കുഴപ്പമില്ലായിരുന്നു, നമുക്ക് കഴിക്കാം, നല്ലതായിരുന്നു. പിന്നെ നമ്മുടെ സ്വന്തം പാലട പായസം അത് നിർബന്ധമാണല്ലോ. എല്ലാം കഴിഞ്ഞപ്പോൾ നമ്മുടെ കേക്കിന്റെ കോലം ഇതായിരുന്നു കേട്ടോ. പിന്നെ വന്ന ഗസ്റ്റിനും കുറച്ച് കൊടുത്തു വിട്ടിട്ടുണ്ടായിരുന്നേ. പിന്നെ ദേവേട്ടന്റെ കൊളീഗ്സ് ഒക്കെ ആദ്യമായിട്ടായിരുന്നു കേട്ടോ കേരള സദ്യ കഴിക്കുന്നത്. അപ്പോൾ എനിക്കൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. ഇവർക്ക് പൊതുവെ സ്പൈസി ഫുഡാണ് കൂടുതൽ താല്പര്യം. അപ്പോൾ നമ്മുടെ സദ്യ മൈൽഡ് ഫ്ലേവർ ആണല്ലോ, അപ്പോൾ ഇവർക്ക് ഇഷ്ടപ്പെടുമോ എന്നുള്ളൊരു ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷെ എല്ലാവരും ഇഷ്ടപ്പെട്ടു എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അത്രേ ഉള്ളൂ ഗായ്സ്. എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യണേ, പിന്നെ സബ്സ്ക്രൈബും കൂടെ ചെയ്തേക്കണം കേട്ടോ. അപ്പോൾ ബൈ, ടിൽ വി മീറ്റ് അഗൈൻ ഗൈസ്, സീ യു സൂൺ.